നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക ബിരുദ കോഴ്സിന് 25 സീറ്റുകൾ കൂടി അനുവദിച്ചു. അത്യാഹിത വെറ്റിനറി ക്ലിനിക്കുകൾ പ്രവർത്തന സജ്ജം. സംസ്ഥാനത്ത് കാർഷിക ബിരുദ കോഴ്സിന് 25 സീറ്റുകൾ കൂടി അനുവദിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി, വെള്ളാനിക്കര, പടന്നക്കാട് കോളേജുകളിലായാണ് പുതിയ സീറ്റുകൾ. BHSC അഗ്രികൾച്ചർ യോഗ്യത നേടിയവർക്ക് 16 സീറ്റും അഗ്രികൾച്ചർ ഡിപ്ലോമ നേടിയവർക്ക് 6 സീറ്റുമാണ് അധികമായി അനുവദിച്ചിരിക്കുന്നത്. അർദ്ധസൈനിക വിഭാഗം ജീവനക്കാരുടെ ആശ്രിതർക്ക് 2 സീറ്റും കാർഷിക രംഗത്ത് തെളിയിക്കപ്പെട്ട പ്രാവീണ്യത്തിന് സംസ്ഥാന അവാർഡ് നേടിയ കുട്ടികൾക്കായി 1 സീറ്റും ലഭിക്കും. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവർക്ക് മാത്രമേ ഈ സീറ്റുകളിൽ പ്രവേശനത്തിന് അർഹതയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റ് www.kau.in. കോട്ടയം തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 27, 28 തീയതികളിൽ ആട് വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിളിക്കാവുന്ന ഫോൺ നമ്പർ 04829 234323. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കുകളിൽ രാത്രികാല അത്യാവശ്യ വെറ്റിനറി സേവനം ലഭ്യമാക്കുന്നു. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് അത്യാവശ്യ വെറ്റിനറി സേവനം ലഭിക്കുക. ശീതകാല വിളകളായ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് എന്നിവ കൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് കാർഷിക സർവകലാശാലയുടെ ഒളരിക്കൾച്ചർ വിഭാഗത്തിൽ തൈകൾ ലഭിക്കും. ഇവ കൂടാതെ തക്കാളി, മുളക്, വഴുതന എന്നിവയുടെ തൈകളും ഒളരിക്കൾച്ചർ വിഭാഗത്തിൽ വിതരണത്തിനായിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കൂൺ വിത്ത് ഉൽപാദനത്തിൽ പരിശീലനം നൽകുന്നു. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8086405447. കാലിത്തീറ്റയിലൂടെ കന്നുകാലികളിൽ പൂപ്പൽ വിഷബാധയ്ക്ക് സാധ്യതയുള്ള സമയമാണിപ്പോൾ. അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നത് കാലിത്തീറ്റയിൽ പൂപ്പലുകൾ വളരാൻ കാരണമാകും. പൂപ്പലുകൾ അഫ്ലോടോക്സിൻ എന്ന വിഷാംശം പുറപ്പെടുവിച്ച് കന്നുകാലികളിൽ വിഷബാധയ്ക്ക് ഇടവരുത്തും. അതിനാൽ കന്നുകാലികൾക്കുള്ള തീറ്റ 6 മുതൽ 8 മണിക്കൂർ വരെ വെയിലത്ത് ഉണക്കി നൽകണം. പൂപ്പൽ വിഷബാധ ഏറ്റാൽ പാലുൽപാദനത്തിൽ കുറവ്, തീറ്റയ്ക്ക് രുചിക്കുറവ്, ശരീരം ക്ഷയിക്കൽ എന്നിവയാണ് പൊതുവായ രോഗലക്ഷണങ്ങൾ. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,300 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 11,400 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 10,300 രൂപ, കൊപ്ര കൊച്ചി 6,970 രൂപ, കൊപ്ര കോഴിക്കോട് 7,450 രൂപ, കൊപ്ര തൃശൂർ 7,040 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 64,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,300 രൂപ, ചുക്ക് മീഡിയം 18,500 രൂപ, ചുക്ക് ബെസ്റ്റ് 20,000 രൂപ, മഞ്ഞൾ സേലം 7,700 രൂപ, മഞ്ഞൾ ഈറോഡ് 8,000 രൂപ, അടയ്ക്ക 24,000-നും 25,000-നും ഇടയിൽ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,450 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,450 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 10,300 രൂപ, കൊപ്ര 6,970 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 64,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,300 രൂപ, ചുക്ക് മീഡിയം 11,500 രൂപ, ചുക്ക് ബെസ്റ്റ് 20,000 രൂപ, അടയ്ക്ക പുതിയത് 24,000 മുതൽ 25,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 മുതൽ 220 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 380 മുതൽ 400 രൂപ വരെ, ജാതിപത്രി 500 മുതൽ 850 വരെ, ഗ്രാമ്പു 750 രൂപ, റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,450 രൂപ, ഒട്ടുപാൽ 7,700 രൂപ, ലാറ്റക്സ് 8,400 രൂപ. കമ്പോള അവലോകനം. പ്രമുഖ വിപണികളിൽ ഉയർന്ന അളവിൽ കൊപ്ര വിൽപ്പനയ്ക്ക് എത്തിയെങ്കിലും മില്ലുകാരിൽ നിന്ന് കാര്യമായി ഡിമാൻഡ് ഉയർന്നില്ല. വെളിച്ചെണ്ണയുടെ തുടർച്ചയായ വിലയിടിവാണ് സ്റ്റോക്കിസ്റ്റുകളെ കൊപ്ര വിറ്റുമാറാൻ പ്രേരിപ്പിച്ചത്. പാൻ മസാല വ്യവസായികൾ മികച്ച ഇനം അടയ്ക്കയിൽ താൽപര്യം കാണിച്ചു. വ്യാവസായിക ഡിമാൻഡ് ശക്തമായതോടെ അടയ്ക്ക ക്വിന്റലിന് 24,000 മുതൽ 75,000 രൂപയായി ഉയർന്നു.
ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നുള്ള കുരുമുളക് വരവ് ചുരുങ്ങിയിട്ടും ഇടപാടുകാരുടെ ആദ്യ പകുതിയിൽ മുളക് വില സ്റ്റഡി. അതേസമയം ഉത്തരേന്ത്യൻ ഡിമാൻഡ് നിരക്ക് ഉയർന്നുമെന്ന വിശ്വാസത്തിലാണ് കർഷകർ. റബ്ബർ ഷീറ്റ് വിലയിൽ കാര്യമായ ഏറ്റക്കുറച്ചിൽ ദൃശ്യമായില്ല. റബ്ബർ അവധി നിരക്കുകൾ നേരിയ തോതിൽ നീങ്ങിയതിനാൽ റബ്ബർ കമ്പനികൾ ഷീറ്റ് വില ഉയർത്തിയില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.2, 26.2. കൊച്ചി 32.6, 25. ആലപ്പുഴ 34.9, 25.3. പുനലൂർ 32.8, 23. തിരുവനന്തപുരം 32.3, 25.1 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.